കണ്ണൂരിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ യൂത്ത് കോൺഗ്രസുകാരുടെ അതിക്രമം. ഓഫീസിലേക്ക് കല്ലെറിഞ്ഞു. സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എവിടെയായിരുന്നു സംഭവം? എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഷമി, കണ്ണൂരിൽ മലപ്പട്ടം സെന്ററിലാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ അക്രമം അരങ്ങേറിയത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഒരു ജാഥ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഈ ജാഥ കടന്നു പോകുന്ന വഴിയിലുള്ള CPIMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ ഈ ജാഥയിലുണ്ടായിരുന്ന പ്രവർത്തകർ കല്ലെറിയുകയായിരുന്നു. അവരുടെ കൈവശമുള്ള വടിയും കല്ലും കുപ്പികളുമെല്ലാം തന്നെ ഓഫീസിന് നേരെ വലിച്ചെറിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെയായിരുന്നു ഇത്തരത്തിൽ CPIMന്റെ മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം ഉണ്ടായത്. നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രകടനത്തിൽ ഉണ്ടായിരുന്നു. വളരെ ചുരുങ്ങിയ CPIM പ്രവർത്തകർ മാത്രമാണ് ഓഫീസിന് മുന്നിൽ ഉണ്ടായിരുന്നത്. അവർക്ക് നേരെയാണ് ഈ ഓഫീസിന് മുന്നിലേക്ക് പ്രകടനം എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടാവുകയും പ്രകോപന മുദ്രാവാക്യങ്ങളും അതിന് പിന്നാലെ കല്ലേറ് നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഇതിനടുത്തുള്ള ഒരു പ്രദേശത്ത് അടുവാപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നേരിയ രീതിയിലുള്ള സംഘർഷമുണ്ടായിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു മാർച്ചിലാണ് ഇത്തരത്തിൽ വലിയ സംഘർഷത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. എന്താണ് CPM ഓഫീസിന് നേരെ ഏകപക്ഷീയമായ ആക്രമണമാണോ? അതെ, CPIM ഓഫീസിന് നേരെ ഏകപക്ഷീയമായ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഇന്നലെ അടുവാപ്പുറത്തുണ്ടായ ഒരു ചെറിയ സംഭവത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ ഈ മലപ്പട്ടം സെൻറ്ററിലേക്ക് ഈ വിഷയം വലിച്ചു കൊണ്ടുവരേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടില്ല. അതായത് ബോധപൂർവം കണ്ണൂർ ജില്ലേൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗുണ്ടകളെ ഇറക്കി 3-4 ബസ്സിന് ഗുണ്ടകളെ ഇറക്കി മലപ്പട്ടത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണിത്. തീർച്ചയായും എനിക്ക് പിന്നിൽ കാണുന്ന CPIMന്റെ മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം ഉണ്ടായത്. വലിയ സംഘർഷാവസ്ഥ ഇവിടെ നിലനിൽക്കുന്ന സാഹചര്യം തന്നെയായിരുന്നു. ഈ മാർച്ചിന്റെ സമാപന സമ്മേളനം K. സുധാകരനായിരുന്നു ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഉദ്ഘാടനത്തിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിൽ ഈ പ്രകടനം ഈ ഓഫീസിന് മുന്നിലേക്ക് എത്തുകയും അവിടേക്ക് ഇത്തരത്തിലുള്ള കല്ലേറ് നടക്കുകയും ചെയ്തത്. ഈ കാണുന്ന വടികൾ ഇത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഇതുപയോഗിച്ചാണ് ഇവിടെ ഇരുന്ന CPIM പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തിയത്. അതോടൊപ്പം തന്നെ കോൺഗ്രസുകാർ വലിച്ചെറിഞ്ഞിട്ടുള്ള കല്ലാണ് ഇവിടെ കാണുന്നത്. അത്തരത്തിൽ ഓഫീസിന് നേരെയാണ് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഷമ്മി. സന്തോഷ്, ഈ രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്ത ജാഥയ്ക്ക് എത്തിയവരാണോ ഈ അക്രമം നടത്തിയത്? അതുമാത്രമല്ല, ധീരജിനെ കുത്തിയ കത്തിയൊക്കെ കയ്യിലുണ്ടെന്നുള്ള ഒരു അവകാശവാദം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഏത് രീതിയിലും പ്രകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ ഇരവാദം ഉന്നയിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് അവിടെ. തീർച്ചയായും ഇവിടെ കണ്ടുനിന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ബോധപൂർവം സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടായിരുന്നില്ല. ഈ പ്രകടനം ഈ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഓഫീസിന് തൊട്ടു മുന്നിലെത്തിയപ്പോൾ ഈ പ്രവർത്തകർ ഓഫീസിന് നേരെ തിരിയുകയായിരുന്നു. അവരുടെ കൈവശം ഉണ്ടായിരുന്ന വടികളും കല്ലുകളും കുപ്പികളും CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ വലിച്ചെറിയുകയായിരുന്നു. അതിനു മുൻപേ തന്നെ വലിയ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രകടനം നടത്തിയത്. ധീരജിനെ കുത്തിയ കത്തി ഉപേക്ഷിച്ചിട്ടില്ല, ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് അക്രമം നടത്തും, സൂക്ഷിക്കണം എന്നതുൾപ്പെടെയുള്ള വലിയ പ്രകോപനപരമായ കൊലവിളി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ മാക്കൂട്ടത്തിൽ നേതൃത്വം നൽകിയ ഈ പ്രകടനം. ആ പ്രകടനത്തിൽ അണിനിരന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഏകപക്ഷീയമായി CPIM ഓഫീസിന് നേരെയും പ്രവർത്തകർക്ക് നേരെയും ആക്രമണം നടത്തിയത്. യാതൊരു തരത്തിലുള്ള സംഘർഷാവസ്ഥയും അതിനു മുൻപ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ മലപ്പട്ടം എന്ന് പറയുന്നത് CPIMന്റെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമാണ് മലപ്പട്ടം സെന്റർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പരിപാടി നടത്തുന്നതിനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തടസ്സമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, വളരെ കുറച്ച് CPIM പ്രവർത്തകർ മാത്രമേ ആ സമയത്ത് ഈ ഓഫീസിന് മുന്നിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പ്രവർത്തകർക്ക് നേരെയും ഓഫീസിന് നേരെയും ഒരു അക്രമം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പല സ്ഥലങ്ങളിൽ നിന്നെത്തിയ, കണ്ണൂർ ജില്ലയുടെ പല സ്ഥലങ്ങളിൽ നിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ഇവിടെയുള്ളവരല്ല, പ്രദേശവാസികളല്ല, ഇവിടെയുള്ള കോൺഗ്രസ്സുകാരല്ല ഇതിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നായി വാഹനത്തിൽ എത്തിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയത്. ഷമ്മി. സന്തോഷ്, ഈ രാഹുൽ മാങ്കൂട്ടം കൂടി നിൽക്കുമ്പോഴായിരുന്നോ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ ഈ അക്രമം ഉണ്ടായത്? അത് തടയാൻ എന്തെങ്കിലും ശ്രമം അയാളുടെ ഭാഗത്തു നിന്നുണ്ടായോ?
രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ജാഥ നയിച്ച് ഏറ്റവും മുൻനിരയിലാണ് ഉണ്ടായത്. ഈ ജാഥയുടെ മുൻഭാഗം ഇവിടെ കടന്നുപോയി. അതായത് രാഹുൽ മാങ്കൂട്ടവും നേതാക്കളും മുൻനിരയിലുള്ള ആളുകൾ കടന്നുപോയതിനു ശേഷം ഏറ്റവും പകുതിക്ക് ശേഷം ഉണ്ടായിരുന്ന പ്രവർത്തകർ അവർ വളരെ ബോധപൂർവം സംഘർഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ഇവിടേക്ക് എത്തിയത്. കാരണം ഈ പ്രകടനത്തിന്റെ മുൻഭാഗം കടന്നുപോയി പിൻഭാഗത്തുണ്ടായിരുന്നവർ CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുൻപിലെത്തുകയും CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ തീർച്ചയായും സന്തോഷ് പ്രകോപനമുണ്ടാക്കാനുള്ള യാതൊരു തരത്തിലുള്ള ശ്രമമാണ് CPIM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും തീർച്ചയായും പ്രകോപനമുണ്ടാക്കാനുള്ള ശ്രമം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കണ്ണൂർ മലപ്പട്ടണത്ത് ഉണ്ടായത്. അവിടെ CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലും കുപ്പിയും വലിച്ചെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ. ധീരജിനെ കുത്തിയ കത്തി ഇപ്പോഴും തങ്ങളുടെ കൈവശമുണ്ടെന്നും യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാർ അവിടെ മുദ്രാവാക്യം വിളിച്ചു. സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.